Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് നാളെ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ്. കൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഇപ്പോൾ കാണുന്നുണ്ട്. നമ്മുടെ താരീഫൊക്കെ കുറച്ചു എന്നുള്ള നല്ലൊരു ന്യൂസ്, അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം, ഒരു 400 പോയിൻ്റ് അപ്പാണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കണ്ടത്. അപ്പോൾ മിക്കവാറും നാളെ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്കവാറും നല്ലൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. കാരണം ഇപ്പോൾ തന്നെ 400 പോയിൻ്റ് ഓൾ ടൈം ഹൈന് അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റേഞ്ചുകളൊക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്ത് നിഫ്റ്റി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പറഞ്ഞ അവസാനത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് 25,675 എന്നുള്ള റേഞ്ച്. ആ റേഞ്ച് നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. നമ്മുടെ ഓൾ ടൈം ഹൈഡിന് അടുത്തൊക്കെ ആയിരിക്കും നാളെ ഓപ്പൺ ആവുക. അടുത്തൊരു റെസിസ്റ്റൻസും ഓൾ ടൈം ഹൈ ആണ്, അല്ലാണ്ട് നിഫ്റ്റിയിൽ ഇനി വേറൊരു റെസിസ്റ്റൻസ് ഏരിയ ഇല്ല. സപ്പോർട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ സപ്പോർട്ട് പറഞ്ഞ് 25,675 ആ റേഞ്ച് ആയിരിക്കും സപ്പോർട്ടായിട്ട് വരുന്നത്. നമുക്കിപ്പോൾ സപ്പോർട്ട് നമുക്ക് വേണ്ട. മിക്കവാറും നിഫ്റ്റി നല്ല രീതിയിൽ മേലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. കാരണം വന്ന ന്യൂസാണെങ്കിലും വളരെ നല്ല ന്യൂസാണ്. അത് മാർക്കറ്റിൽ കുറച്ച് നാൾ ശരിക്കും നല്ല നല്ല സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ സ്മോൾ ക്യാപ്പിലൊക്കെ സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെൻറ്റ് സ്മോൾ ക്യാപ്പിലാണെങ്കിലും പിക്ക് ചെയ്യുന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിന് ചാർട്ടോട്ട് പോവാം. സ്മോൾ ക്യാപ്പ് കഴിഞ്ഞ ഈ മൊഹറത്ത് ട്രേഡിങ്ങിൽ നമുക്ക് നിഫ്റ്റിനേക്കാൾ ഒരു പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ മൂവ്മെൻറ്റ് നമുക്ക് തന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കാണാൻ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്തത്. ഒരു ഡോജി ക്യാനിലാണ്. പക്ഷെ എന്നാലും ഒരു നിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ ദിവസം മാത്രം ഒരു സ്മോൾ ക്യാപ്പിൽ ഒരു ബൈയിങ് പ്രഷർ വരുന്ന പോലെ തോന്നി. ഒരു മണിക്കൂർ ട്രേഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അതിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്ന പോലെ തോന്നി. അപ്പോൾ നമുക്ക് കണ്ടറിയാം ആ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 18,560 ആ റേഞ്ചാണ് സ്മോൾ ക്യാപ്പിൽ വരുന്നത്. മിക്കവാറും അതിൻ്റെ മുകളിലൊക്കെ ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. അതല്ല നമുക്കതിൽ താഴെയാണോ എങ്ങനെയാണെന്ന് നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴാണ് അറിയുള്ളൂ. പൊതുവെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിഫ്റ്റിയിൽ മാത്രമായിരിക്കുമോ ആ ഒരു ബൈയിങ് വരുന്നുള്ളത്. അതല്ല നമുക്കിപ്പോൾ ഒരു ഓവറോൾ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് സ്റ്റോക്കുകൾ ഈ ഒരു ന്യൂസ് അനുസരിച്ചിട്ട് മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ നല്ലൊരു ഫോള് വന്നിട്ടുണ്ടായിരുന്നു ഈ താരീഫിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു ബൈയിങ് വന്നു കഴിഞ്ഞാൽ തന്നെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒക്കെ നല്ല രീതിയിൽ മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ കൂടി നോക്കാം. കാരണം മിഡ് ക്യാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു നമ്മളൊരു ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ചെറിയൊരു സെല്ലിങ് അവിടുന്ന് വന്നു. അതിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ നാളെ മിക്കവാറും ഈ റേഞ്ചിൻ്റെ മുകളിലായിരിക്കും ഓപ്പൺ ചെയ്യുക മാർക്കറ്റ്. അപ്പോൾ സപ്പോർട്ട് വരുന്നത് 56,120 ആ റേഞ്ചിലാണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. പിന്നെ റെസിസ്റ്റൻസ് ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ റെസിസ്റ്റൻസ് ആണുള്ളതുണ്ട്. ഈ റേഞ്ച് നമുക്ക് വേണമെങ്കിൽ ഈ 59,900 ആ റേഞ്ചൊക്കെ വേണമെങ്കിൽ നമുക്കൊരു റെസിസ്റ്റൻസ് എടുക്കാം. അതിന് ശേഷം പിന്നെ വരുന്നതും ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഈ റേഞ്ചാണ്. ഈ 61,000 നമുക്ക് കണക്ക് കൂട്ടാം. 61,000 റേഞ്ച് ആയിരിക്കും പിന്നെ അടുത്ത മിഡ് ക്യാപ്പിൽ വരുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ ഈ റെപ്കോ ഹോം എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്, ഇതിൽ നമുക്ക് എൻട്രി കിട്ടിയോ നോക്കാം. കാരണം അതിൽ നമുക്ക് എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അതിന് മുകളിൽ തന്നെയാണ് ആ ദിവസം സസ്റ്റെയിൻ ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. അതുപോലെ പറഞ്ഞ സ്റ്റോക്കാണ് രാജരത്തൻ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് വളരെ നല്ലൊരു മൂവ്മെൻ്റാണ് നമുക്ക് തന്നത്. കാരണം 326 നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ടാർഗറ്റും കഴിഞ്ഞ് ഏകദേശം എത്ര പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഒരു 28-29% റിട്ടേൺ ആണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. കൂടാണ്ട് ട്രയലൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു 30%-ൻ്റെ അടുത്ത് റിട്ടേൺ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇയർലി പിന്നെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. അങ്ങനത്തെ ഒരു 1-2 സ്റ്റോക്കുകൾ കിട്ടിയാൽ തന്നെ മതിയല്ലോ.
ഓക്കെ, പിന്നെ അടുത്തൊരു സ്റ്റോക്ക് പറഞ്ഞത് നമ്മൾ RACL ഗിയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കിട്ടിയോ നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞ 1150 മുകളിലാണ്. അപ്പോൾ നമുക്കിതിൽ എൻട്രി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പറഞ്ഞൊരു സ്റ്റോക്ക് മറൈനാണ്. മറൈനിൽ നമുക്ക് എൻട്രി കിട്ടിയോ നോക്കാം. മറൈനിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. നമ്മൾ പറഞ്ഞ റേഞ്ച് 232 എബോവ് ആണ്, അതിൽ കിട്ടിയിട്ടില്ല. പിന്നെ പറഞ്ഞ സ്റ്റോക്ക് SBFC എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞ എൻട്രി 113 എബോവ് ആണ്. നമ്മൾ ഏകദേശം ടാർഗറ്റിന് അടുത്ത് പോയെങ്കിലും നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല. 117 വരെ പോയി. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 118 ആയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നാളെ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ്, മിക്കവാറും രാവിലെ തന്നെ ഇതിൽ നമ്മുടെ ടാർഗറ്റ് ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4-5 സ്റ്റോക്കുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ 2 സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് RGL എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 140 രൂപയിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചാർട്ടാണ്. താഴത്തോട്ട് നല്ലൊരു ഡൗൺ ട്രെൻഡ്, ഏകദേശം ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് സ്റ്റോക്ക് റിക്കവറി മോഡിലാണ് ഉള്ളത്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആണെങ്കിലും ബ്രേക്ക് ഔട്ടിന് അടുത്ത് നിൽക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്കൊരു 130 സ്റ്റോപ്പ് ലോസും, ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 154 ടാർഗറ്റ്, 154 ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് 140 ആണ്. ഇതേ റേഞ്ചിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എടുക്കാം. അതല്ല, ഇനി നാളെ ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് കിട്ടില്ല. അതല്ല, ഓപ്പൺ ആയത് വിടുന്നതാണ്. അതിന് ശേഷം പതുക്കെ മേലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. എൻട്രി എന്ന് പറയുന്നത് നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ബൈസിൽ റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എൻട്രി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വേണമെങ്കിൽ സംസാരിച്ചിട്ട് വേണമെങ്കിൽ എൻട്രി എടുക്കാം. കാരണം ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആരും. കാരണം നമ്മൾ ഫുള്ളി ചാർട്ട് നമ്മൾ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. കാരണം ഞാൻ ഫണ്ടമെൻ്റലോ അങ്ങനെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഈ ചാർട്ടാണ് എനിക്ക് ഏറ്റവും എൻ്റെ മെയിൻ ആയുധം എന്ന് പറഞ്ഞ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് കൂടെയാണ് ഞാൻ എപ്പോഴും ഫുൾ ടൈം ഞാൻ ഇതിലാണ് എന്താ പറയുക ട്രൈ ചെയ്ത് പഠിക്കാറും എല്ലാം ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നോക്കിയിട്ടാണ് എൻട്രികളൊക്കെ പറയാറ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ എൻട്രിയും ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഞാൻ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ അടുത്തൊരു സ്റ്റോക്ക് ബെല്ല കാസ എന്ന് പറയുന്ന സ്റ്റോക്ക്, ബെല്ല കാസ. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ഒരു റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നമ്മൾ ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ IPO കഴിഞ്ഞ് കുറച്ച് നാളായിട്ടുള്ളൂ. ഏകദേശം ജൂലൈയിലാണ് വന്നത്. ഈ വർഷം ജൂലൈയിൽ IPO കഴിഞ്ഞ് വന്നൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിലോട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 465 എബോ നമുക്ക് ഇതിലേക്ക് എൻട്രി വേണമെങ്കിൽ നോക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒരു 443 സ്റ്റോപ്പ് ലോസ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ടാർഗറ്റ് നമുക്ക് ഇതിൻ്റെ ഒരു 505 നമുക്ക് ടാർഗറ്റ് ഞാനത് 505 ആക്കാം. 505 നമുക്കിതിലേക്ക് ഒരു ടാർഗറ്റ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 465 കേട്ടോ. 464 നമ്മുടെ കിടക്കുന്നത്. 465 അപ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ടാർഗറ്റായിട്ട് 505, സ്റ്റോപ്പ് ലോസ് ആയിട്ട് 443. ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും പറയുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം മാർക്കറ്റ് അവധി ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അല്ലാണ്ട് നമ്മൾ വീഡിയോസ് ETF-നെ കുറിച്ചിട്ടും അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാണ്ട് നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ നല്ല സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നതാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ തന്നെ നമുക്ക് എൻട്രി കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞ അതേപോലെ ഫലിക്കണം എന്നൊന്നുമില്ല. കാരണം മാർക്കറ്റാണ്. നമ്മൾ എന്താ വിചാരിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മാർക്കറ്റ് സംഭവിക്കുക. എല്ലാം ഒരു പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞു. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത ആ ട്രേഡ് വർക്ക് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.